പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 51, 16, 17 വാക്യങ്ങൾ. ബലികളിൽ അങ്ങ് പ്രസാദിക്കുന്നില്ല. ഞാൻ ദഹനബലി അർപ്പിച്ചാൽ അങ്ങ് സന്തുഷ്ടനാവുകയില്ല. ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. ദൈവമേ, നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല. ആമേൻ. ഹല്ലേലൂയ. ഈശോയിൽ പ്രിയരെ, ബൈബിളിൽ പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ ദൈവത്തിന് പ്രീതികരമാകുന്ന രീതിയിൽ ബലിയർപ്പിക്കുന്ന നിരവധി സന്ദർഭങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഏറ്റവും വിശിഷ്ടമായ വസ്തുക്കളും കുറവുകളില്ലാത്ത നല്ല മൃഗങ്ങളെയും ഒക്കെയാണ് ബലിയായി സമർപ്പിച്ചിരുന്നത്. എന്നാൽ ഇന്നത്തെ വചനം മറ്റൊരു തലം നമ്മുടെ മുന്നിലേക്ക് വയ്ക്കുന്നു. ദൈവം ദഹനബലികളിൽ സന്തുഷ്ടനാകുകയില്ല എന്നാണ് വചനം പറയുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ബലി എന്ന് പറയുന്നത് നമുക്കറിയാം, ദൈവപുത്രനായ ഈശോ തിരുമാംസരക്തങ്ങൾ നമുക്കായി കുരിശിൽ സ്വയം ബലിയർപ്പിച്ച് നമ്മെ വീണ്ടെടുത്തു. ഓരോ ദിവ്യബലിയിലും വീണ്ടും നമുക്കായി അവിടുന്ന് മുറിക്കപ്പെടുന്നു. നമ്മൾ അർപ്പിക്കുന്ന ദിവ്യബലി എങ്ങനെയുള്ളതാണ് എന്ന് നമുക്ക് ചിന്തിക്കാം. കുറവുകളില്ലാത്ത മനുഷ്യരില്ല എങ്കിൽ പോലും പരമാവധി ഒരുക്കത്തോടെ കുമ്പസാരിച്ചൊരുങ്ങി ഓരോ ദിവ്യബലിയെയും സമീപിക്കാം. നമ്മുടെ ഭാരമുള്ള ഉരുകുന്ന മനസ്സും അതിലെ ഓരോ പ്രശ്നവും ഓരോ ബലിയിലും നമുക്ക് കാഴ്ചയായി സമർപ്പിക്കാം. നുറുങ്ങിയ ഹൃദയങ്ങളെ നിരസിക്കുകയില്ല എന്ന് നമുക്ക് ഉറപ്പു തന്ന നമ്മുടെ തമ്പുരാൻ അവിടുത്തെ പുത്രനോടൊപ്പം ഓരോ ബലിയിലും നമ്മെ കൂടി ചേർത്ത് പിടിച്ച് നമ്മിൽ പ്രസാദിച്ച് പാപമോചനവും നന്മകളും ചൊരിയും. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.